നമസ്കാരം. പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. മാർച്ചിൽ സൂര്യൻ മാറുന്നത് 4 തവണയാണ്. ധനസമ്പത്തിന് ഈ രാശിക്കാർക്ക് ഇനി മാർച്ച് 31 വരെ മുട്ടില്ല. ഇവരുടെ സുവർണ കാലമാണ്. മാർച്ച് മാസത്തിൽ സൂര്യൻ 4 തവണയാണ് രാശി മാറുന്നത്. അതിന്റെ ഫലമായി നിങ്ങളുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള നേട്ടങ്ങളാണ് കാത്തിരിക്കുന്നത്. രാശിചക്രത്തിലെ സൂര്യന്റെ ചലനം അത്രയേറെ മാറ്റങ്ങളാണ് ഉണ്ടാക്കുന്നത്. കാരണം മാർച്ച് 5-ന് സൂര്യൻ പൂരുരുട്ടാതി നക്ഷത്രത്തിലേക്ക് മാറിക്കഴിഞ്ഞു. അതിനുശേഷം മാർച്ച് 15-ന് മീനൻ രാശിയിലേക്ക് മാറുന്നു. പിന്നീട് മാർച്ച് 18-നാണ് അടുത്ത മാറ്റം സംഭവിക്കുന്നത്. ഇത് ഉത്രട്ടാതി നക്ഷത്രത്തിലേക്കാണ്. അത് കഴിഞ്ഞ് മാർച്ച് 31-ന് രേവതി നക്ഷത്രത്തിലേക്കും സൂര്യൻ പ്രവേശിക്കുന്നു. എന്നാൽ സൂര്യന്റെ ഈ രാശിമാറ്റം നിങ്ങളിൽ ചില രാശിക്കാർക്ക് ധാരാളം ഗുണാനുഭവങ്ങളെ കൊണ്ടുവരുന്നു. അതിൽ തന്നെ സാമ്പത്തികവും കരിയറും ധനവും ജോലിയും എല്ലാം മികച്ചു നിൽക്കുകയും ചെയ്യുന്നു. 4 തവണയുള്ള ഈ രാശിമാറ്റവും നക്ഷത്രമാറ്റവും പലതരത്തിലാണ് നേട്ടങ്ങളിലേക്ക് എത്തുന്നത്. അതിനാൽ അത് ഏതൊക്കെ രാശിക്കാർക്കാണ് ഗുണാനുഭവങ്ങൾ നൽകുന്നതെന്ന് നമുക്ക് നോക്കാം. അതിൽ ആദ്യത്തെ രാശി മിഥുനൻ രാശിയാണ്. മിഥുനൻ രാശിയിലെ മകയിരം, തിരുവാതിര, പുണർതം നക്ഷത്രക്കാർക്ക് പല വിധത്തിലുള്ള നേട്ടങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അതിന്റെ ഫലമായി നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയും സന്തോഷവും ഉണ്ടാകുന്നു. കൂടാതെ തൊഴിൽപരമായ കാര്യങ്ങളിൽ ഈ കാലയളവ് വളരെ ശുഭകരമായി വരുന്നു. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ജോലിയും ബിസിനസ്സിലും പുരോഗതി തേടിയെത്തുന്നു. ജോലിയിൽ ധാരാളം അവസരങ്ങൾ തേടിയെത്തും. സാമ്പത്തിക നേട്ടങ്ങൾ പലതരത്തിലാണ് നിങ്ങളെ തേടിയെത്തുന്നത്. സാമ്പത്തിക ഭദ്രത കൈവരിക്കുന്നതിന് യോഗം കാണുന്നു. അടുത്ത രാശി ചിങ്ങൻ രാശിയാണ്. ചിങ്ങൻ രാശിയുടെ അധിപൻ ഗ്രഹരാജാവായ സൂര്യഭഗവാനാണെന്ന് നമുക്ക് ഏവർക്കും അറിയാം. ചിങ്ങൻ രാശിയിലെ മകം, പൂരം, ഉത്രം നക്ഷത്രക്കാർക്ക് അതുകൊണ്ട് തന്നെ സൂര്യൻ മാർച്ച് മാസത്തിൽ ഇത്രയും മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ അത് എപ്രകാരമാണ് നിങ്ങളെ സ്വാധീനിക്കുന്നതെന്ന് നോക്കാം. പലപ്പോഴും ഗുണാനുഭവങ്ങളിൽ നിങ്ങൾ മുന്നിൽ നിൽക്കുന്ന സമയമാണ്. സാമ്പത്തിക സ്ഥിതി നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്നു. തൊഴിൽ സംബന്ധമായ മാറ്റങ്ങൾ പലപ്പോഴും നിങ്ങളെ തേടിയെത്തും. അതുകൂടാതെ സാമ്പത്തിക നേട്ടങ്ങൾ ചിങ്ങൻ രാശിക്കാരിൽ പലരെയും അത്ഭുതപ്പെടുത്തുന്നു. സൂര്യദേവന്റെ കൃപയാൽ പുതിയ സ്വത്തുക്കൾ കരസ്ഥമാക്കാനുള്ള യോഗവും ഈ കാലയളവിൽ ചിങ്ങൻ രാശിക്കാരെ തേടിയെത്തും. അടുത്ത രാശി തുലാം രാശിയാണ്. തുലാം രാശിയിലെ ചിത്തിര, ജ്യോതി, വിശാഖം നക്ഷത്രക്കാർക്ക് തൊഴിൽപരമായ കാര്യങ്ങൾ മികച്ച നേട്ടങ്ങളാണ് തേടിയെത്തുന്നത്. അതുകൂടാതെ സാമ്പത്തിക മാറ്റങ്ങൾ പലതും അത്ഭുതപ്പെടുത്തുന്നതായിരിക്കും. സൂര്യന്റെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങോളം വെളിച്ചം വീശുന്നു. കൂടാതെ അപ്രതീക്ഷിതമായ പല നേട്ടങ്ങളും നിങ്ങളെ തേടിയെത്തും. സാമ്പത്തിക സ്ഥിതി അത്ഭുതപ്പെടുത്തുന്നതായി മാറുന്നു. ബിസിനസ് ചെയ്യുന്നവർക്ക് അത് ഗുണാനുഭവങ്ങൾ കൊണ്ടുവരുന്നു. പല കോണുകളിൽ നിന്നും സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും എന്ന് മാത്രമല്ല, വരുമാനം ഇരട്ടിയാവുകയും ചെയ്യുന്നു. മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കാൻ സാധിക്കുന്നു. അടുത്ത രാശി ധനുരാശിയാണ്. ധനുരാശിയിലെ മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രക്കാർക്ക് സൂര്യന്റെ നക്ഷത്ര രാശി മാറ്റത്തിന്റെ ഭാഗ്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അത് മാത്രമല്ല, സാമ്പത്തിക നേട്ടങ്ങൾ പലതും അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ളതായിരിക്കും. ഈ മാസം ധനുരാശിക്കാരൻ സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിന് സാധിക്കും. വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അനുകൂലമായ സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ജോലി അന്വേഷിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. പല കാര്യങ്ങളിലും അപ്രതീക്ഷിത വിജയം തേടിയെത്തും. മതപരമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് താല്പര്യം വർദ്ധിക്കുന്ന സമയം കൂടിയാണ്. അടുത്ത രാശി മകരൻ രാശിയാണ്. മകരൻ രാശിയിലെ ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്രക്കാർക്ക് ഈ നക്ഷത്ര രാശി മാറ്റങ്ങൾ കൂടുതൽ ഗുണകരമായി മാറ്റങ്ങളിലേക്ക് എത്തിക്കുന്നു. കഠിനാധ്വാനത്തിന്റെ ഫലം തേടിയെത്തും. സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനുള്ള സാധ്യതയുണ്ട്. ജോലിയിൽ പല വിധത്തിലുള്ള നേട്ടങ്ങളും തേടിയെത്തും. വിജയത്തിന് നിങ്ങളെ പലപ്പോഴും അർഹരാകാറുണ്ട്. സാമ്പത്തിക സ്ഥിതി വളരെ ശക്തമാവുകയും ഭാഗ്യത്തിന്റെ പൂർണ്ണ പിന്തുണ ലഭിക്കുകയും ചെയ്യും. നിങ്ങളിൽ ആത്മവിശ്വാസവും ഗുണപരമായ മാറ്റങ്ങളും തേടിയെത്തും. ധാരാളം ഗുണാനുഭവങ്ങൾ നിങ്ങളെ തേടിയെത്തുന്ന സമയം കൂടിയാണ് എന്നതിൽ ഒട്ടും സംശയം വേണ്ട. സൂര്യന്റെ രാശിമാറ്റം എല്ലാ രാശിക്കാരെയും
ബാധിക്കുമെങ്കിലും ഈ പറഞ്ഞ രാശിക്കാർക്കാണ് കൂടുതൽ ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത്. ഈ മാസം ഇവർ ധനപരമായി തന്നെ വളരെ നേട്ടത്തിലെത്തുകയും ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെയും വളരെ വേഗത്തിൽ നേടിയെടുക്കാൻ കഴിയുന്ന സാഹചര്യവും ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. ഈ മാസം ഇവർക്ക് വളരെയേറെ ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്ന മാസം കൂടിയാണ്. വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. ഇതുപോലുള്ള വീഡിയോകൾ കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.